Enzyme kinetics. So before moving into enzyme kinetics, let's understand what kinetics is. We have already studied it in chemistry classes in undergraduate level as well as higher secondary levels. അപ്പോൾ kinetics എന്ന് പറഞ്ഞാൽ എന്താണ്? It is the study of rates of chemical reactions. Chemical reactionsൻ്റെ റേറ്റ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ kinetics എന്ന് പറയുക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പല കൈനറ്റിക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വി ഹാവ് studied about rate constant, ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്, സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ റേറ്റ് കോൺസ്റ്റൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് റിയാക്ഷൻ എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നൗ വിൽ മൂവ് ഓൺ ടു ദ എൻസൈം കൈനറ്റിക്സ്. So kinetics ന്റെ definition എന്താണെന്ന് കണ്ടു. Now what is enzyme kinetics? Enzyme kinetics is also a study. It's a study of rate of enzyme catalyzed reactions. അപ്പോൾ enzyme catalyzed ആയിട്ടുള്ള റിയാക്ഷൻസിൻ്റെ റേറ്റിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് എൻസൈം കൈനറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now what is essentially an enzyme? Enzyme എന്താണ്? എൻസൈം നമുക്കറിയാം, വെച്ചാൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. Now what is a catalyst? Catalyst എന്ന് പറഞ്ഞാൽ എന്താണ്? Catalyst is something that helps in accelerating a reaction without actually participating in it, അല്ലേ? അപ്പോൾ എൻസൈം എന്ന് പറയുന്നത് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. എല്ലാ ബയോളജിക്കൽ റിയാക്ഷനും കാറ്റലൈസ് ചെയ്യുന്നത് ഒരു എൻസൈമാണ് ഇൻ ഓൾ ഫിസിയോളജിക്കൽ കണ്ടീഷൻസ്. അപ്പോൾ എൻസൈം ഈ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് എൻസൈം റിയാക്ഷനെ ആക്സലറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് കൂട്ടുന്നു, അല്ലേ? ബട്ട് ഈസ് ആക്ച്വലി ദി എൻസൈം റിയലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ റിയാക്ഷൻ? എൻസൈം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, ആൻഡ് എൻസൈം ഇസ് നോട്ട് അണ്ടർഗോയിങ് എനി ചേഞ്ചസ് ആസ് എ റിസൾട്ട് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് റിയാക്ഷൻ. അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് എൻസൈമിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല, പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുന്നുണ്ട്, അല്ലെങ്കിൽ റിയാക്ഷനെ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഒരു കാറ്റലിസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ലോവേഴ്സ് ദി ആക്ടിവേഷൻ എനർജി, അല്ലേ? ഈ റിയാക്ഷൻ നടക്കാൻ ഒരു ആക്ടിവേഷൻ എനർജി വേണം. അപ്പം ആ ഒരു ത്രെഷോൾഡ് എന്ന് പറയുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു കാറ്റലിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾ ദീസ് തിങ്സ് യു ഹാവ് സ്റ്റഡീഡ് ഇൻ ലോ ക്ലാസ്സസ്. അപ്പോൾ നമുക്ക് എൻസൈം കൈനറ്റിക്സിലേക്ക് പോകാം. ആൻഡ് നമ്മൾ വി ഹാവ് സ്റ്റഡീഡ് ഇൻ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽസ് ദാറ്റ് റേറ്റ് ഓഫ് എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ ഇസ് ഡിപ്പെൻഡഡ് അപ്പോൺ മെനി ഫാക്ടേഴ്സ്. പല ഫാക്ടേഴ്സും എൻസൈമാറ്റിക് റിയാക്ഷൻസിൻ്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, enzyme catalyzed reaction rate is altered by many factors like temperature. Temperature ഒരു effect ഉണ്ട്. അതുപോലെ തന്നെ pH can also alter the rate of enzyme catalyzed reaction. Also substrate concentration will also have an effect on the rate of an enzyme catalyzed reaction. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. We have studied these things with the help of graph. നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എൻസൈം കൈനറ്റിക്സിനെ പല ഫാക്ടേഴ്സിനും അഫക്റ്റ് ചെയ്യാമെന്ന് നമുക്കറിയാം. നൗ നമുക്ക് അതൊരു ക്വാണ്ടിഫൈഡ് ആയിട്ടുള്ളൊരു ഡേറ്റ ആണ്, അല്ലേ? അതൊരു ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആണ്. ലൈക്ക് ഈ പറയുന്ന pH എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത്? pH കൂടുമ്പോൾ എന്ത് സംഭവിക്കും, അതുപോലെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും എന്നൊക്കെ ഉള്ള ഒരു കാര്യം, ആ ചേഞ്ച് എന്താണെന്ന് നമുക്കറിയാം. ആൻഡ് ഹൗ ആർ വി ഗോയിങ് ടു ക്വാണ്ടിഫൈ ഓൾ ദീസ് ചേഞ്ചസ്? ഫോർ എക്സാമ്പിൾ, ഇഫ് pH ഒരു യൂണിറ്റ് കൂടുകയോ ഒരു യൂണിറ്റ് കുറയോ ചെയ്ത് കഴിഞ്ഞാൽ എൻസൈമിൻ്റെ ആക്ടിവിറ്റിയുടെ റേറ്റ് അല്ലെങ്കിൽ വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും, എത്ര യൂണിറ്റ് അവിടെ ചേഞ്ച് ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് നമുക്ക് എങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും? സോ വി റിക്വയർ എ മാത്തമാറ്റിക്കൽ മോഡൽ ഫോർ ദാറ്റ്, അല്ലേ? അപ്പോൾ ഒരു ഇക്വേഷൻ വേണം, ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് അതിനുള്ള വാല്യൂസ് കിട്ടും. സോ ഫോർ ദാറ്റ് പർപ്പസ്, two scientists have postulated a model for studying the enzyme kinetics, and it was in 1913 that two scientists, Leonard Michaelis and Maud Menton, have postulated a model or put forward a hypothesis known as Michaelis-Menten hypothesis or Michaelis-Menten model. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ മിക്കാലിസ്-മെൻറ്റൻ മോഡൽ ഓർ മിക്കാലിസ്-മെൻറ്റൻ ഹൈപ്പോത്തസിസ്. അപ്പോൾ ഇത് പ്രപ്പോസ് ചെയ്തത് ഞാൻ പറഞ്ഞു 1913 രണ്ട് സയൻറ്റിസ്റ്റാണ്, ലെനർ മിക്കാലിസ് ആൻഡ് മോഡ് മെൻറ്റൻ. സോ ദേ വർ ആക്ച്വലി സ്റ്റഡിങ് ദി ഹൈഡ്രോളിസിസ് ഓഫ് സൂക്രോസ്. സൂക്രോസിൻ്റെ ഹൈഡ്രോളിസിസിനെ കുറിച്ച് അവർ പഠിച്ചുകൊണ്ടിരിക്കവെയാണ് അവർ ഈ മോഡൽ പുട്ട് ഫോർവേഡ് ചെയ്ത് അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തത്. വി നോ ദാറ്റ് ദി ഹൈഡ്രോളിസിസ് ഓഫ് സൂക്രോസ് ഇസ് കാറ്റലൈസ്ഡ് ബൈ ദി എൻസൈം ഇൻവേർട്ടേസ്. ഇൻവേർട്ടേസ് എന്ന് പറയുന്ന എൻസൈമാണ് സൂക്രോസിൻ്റെ ഹൈഡ്രോളിസിസിനെ catalyze ചെയ്യുന്നത്. We have studied it in
studied it while we have discussed about the yeast fermentation. yeast fermentation നടത്തുന്നതിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ ആ രണ്ട് എൻസൈംസിനെ കുറിച്ച് പഠിക്കുന്നത്. There is an enzyme called invertase and another enzyme called zymase. അപ്പോൾ ഈ രണ്ട് എൻസൈംസ് ആണ് ഫെർമെൻറ്റേഷൻ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നത്, ഈസ്റ്റ് ഫെർമെൻറ്റേഷൻ പഠിക്കുമ്പോൾ. ഓക്കെ, എനിവേ, അപ്പോൾ ഇവർ ഈ ഒരു റിയാക്ഷനെ കുറിച്ച് പഠിക്കുന്ന സമയത്താണ് ഈ ഒരു മോഡൽ പ്രൊപ്പോസ് ചെയ്തത്. ആൻഡ് ആസ് വിത്ത് എനി അതർ മോഡൽസ് ഓ തിയറീസ് ഓ ഹൈപ്പോത്തസിസ് എനിത്തിങ്, നമ്മൾ എപ്പോഴും സയൻസിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ അവിടെ ഒരു ക്ലോസ് പോലെ ആഡ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പം ഒരു കാര്യം ട്രൂ ആണ്, ഗിവൺ ദാറ്റ് ഇന്ന കാര്യങ്ങൾ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇന്ന കാര്യം ട്രൂ ആണ് എന്നാണ് നമ്മൾ പഠിക്കാറുള്ളത്. സോ അതുപോലെ തന്നെ ഈ ഒരു മോഡൽ ഇവർ പ്രൊപ്പോസ് ചെയ്യുമ്പോഴും ദേ ഹാവ് മെയ്ഡ് സർട്ടൻ അസംഷൻസ്. അപ്പോൾ അവരും കുറച്ച് അസംഷൻസ് വെച്ചിട്ടാണ് ഈ ഒരു മോഡൽ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ദ ഹാർട്ട് ഓഫ് ദിസ് മോഡൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ഒരു കാര്യമാണ് താഴെ പറയാൻ പോകുന്നത്. ദ ക്രിട്ടിക്കൽ ഫീച്ചർ ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഇസ് ദാറ്റ് എ സ്പെസിഫിക് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലെക്സ് അബ്രിവേറ്റഡ് ആസ് ES കോംപ്ലെക്സ് ഈസ് എ നെസസറി ഇൻ്റർമീഡിയറ്റ് ഇൻ കാറ്റലിസിസ്. അതായത് ഒരു എൻസൈം കാറ്റലിസ്റ്റ് റിയാക്ഷനിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലെക്സ് എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യണം എന്നുള്ളത് ഒരു നെസസിറ്റിയാണ്. അതായത് എല്ലാ എൻസൈം കാറ്റലിസ്റ്റ് റിയാക്ഷനിലും ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്തിരിക്കും. അതിൻ്റെ പേരാണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലെക്സ്. ഓക്കെ, സോ ഇതാണ് ഏറ്റവും മാൻഡേറ്റ് ആയിട്ടുള്ള ഒരു അസംഷൻ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നടക്കണം എന്നുള്ളതാണ് ഈ ഒരു മോഡലിൽ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അസംഷൻ. ലൈക്ക് ഐവ് സെഡ്, ദേ ഹാവ് മെയ്ഡ് എ കപ്പിൾ ഓഫ് അസംഷൻസ്. കുറച്ച് അസംഷൻ കൂടി ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇസ് ദ ഫോർമേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലെക്സ്. നൗ വി ലുക്ക് ഇൻ ടു ദി അതർ അസംഷൻസ് ആസ് വെൽ. First one is that only a single substrate and a single product are involved. അതായത് ഈ ഒരു റിയാക്ഷൻ, നമ്മൾ ഈ പറയാൻ പോകുന്ന എൻസൈം കാറ്റലിസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷനിൽ ഒരു സബ്സ്ട്രേറ്റ് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫലമായിട്ട് ഒരു സിംഗിൾ പ്രോഡക്റ്റ് മാത്രമേ ഇവോൾവ് ചെയ്യുന്നുള്ളൂ. അതാണ് ഏറ്റവും ആദ്യത്തെ അസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ ഒരൊറ്റ സബ്സ്ട്രേറ്റ് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ ടുഗദർ വിത്ത് ദ എൻസൈം, ആൻഡ് ആസ് എ റിസൾട്ട് എ സിംഗിൾ പ്രോഡക്റ്റ് ഇസ് formed. Okay, so that was the first assumption. Now we'll move on to the next assumption, that is the process proceeds essentially to completion. അതായത് ഈ ഒരു പ്രോസസ്സ് എൻസൈമും സബ്സ്ട്രേറ്റും ചേരുന്നു, അതിനുശേഷം എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലെക്സ് ഉണ്ടാകുന്നു, അതിനുശേഷം that will lead to the formation of the enzyme and product. ഈ ഒരു കാര്യം കംപ്ലീഷൻ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സീരീസ് ഓഫ് കാര്യങ്ങൾ കംപ്ലീറ്റഡ് ആകുന്നുണ്ട് എന്നുള്ളതാണ് അടുത്തൊരു അസംഷൻ. അതായത് എൻസൈമും സബ്സ്ട്രേറ്റും ചേർന്ന് കഴിഞ്ഞ് ഇത് എപ്പോഴാണ് ഈ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്? ദിസ് റിയാക്ഷൻ വിൽ ഇവൻച്വലി കം ടു ആൻ എൻഡ് വിത്ത് ദ ഇവല്യൂഷൻ ഓഫ് എ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഒരു സബ്സ്ട്രേറ്റും ഒരു പ്രോഡക്റ്റും ഉണ്ടാവുന്നുള്ളൂ. അതുപോലെ തന്നെ സബ്സ്ട്രേറ്റ് എൻസൈമുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലെക്സ് ഉണ്ടാവും. ഇതെപ്പോഴാണ് ഈ റിയാക്ഷൻ എൻഡ് ചെയ്യുന്നത്? വിത്ത് ദ ഇവല്യൂഷൻ ഓഫ് എ പ്രോഡക്റ്റ്. ഓക്കെ, സോ ദാറ്റ് വാസ് ദ സെക്കൻഡ് അസംഷൻ. നൗ വിൽ മൂവ് ഓൺ ടു ദ തേർഡ് അസംഷൻ. ദ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ എൻസൈം ഇൻ ദ സിസ്റ്റം. അപ്പോൾ ഞാൻ പറഞ്ഞു എൻസൈം കാറ്റലൈസ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് എവിടെ വേണേലും നടക്കാം. ബേസിക്കലി അത് ഫിസിയോളജിക്കൽ കണ്ടീഷൻസിലാണ് നടക്കുന്നത്. വിത്തിൻ ആ ബോഡി ഇൻ വിവോ ആയിട്ടാണ് എപ്പോഴും നടക്കുന്നത്. പക്ഷേ ലൈക്ക് ആസ് എൻ ദി പോസ്റ്റുലേഷൻ ഓഫ് ദിസ് മോഡൽ, നമുക്ക് വേണമെങ്കിൽ എൻസൈം റിയാക്ഷൻസ് അല്ലെങ്കിൽ എൻസൈം കാറ്റലൈസ്ഡ് ആയിട്ടുള്ള റിയാക്ഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വി ഓൾവേസ് കണ്ടക്ട് എക്സ്പെരിമെൻറ്റ് ഇൻ വിട്രോ അല്ലേ. നമ്മൾ ലാബോറട്ടറി കണ്ടീഷനിൽ നടത്താറുണ്ട്. ഈവൻ നമ്മൾ തന്നെ ചെയ്യാറുണ്ട്. ലൈക്ക് സലൈവറി അമലീസിൻ്റെ ആക്ടിവിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വി ഓൾസോ എസ്റ്റിമേറ്റ് ദി ആക്ടിവിറ്റി ഓഫ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. അപ്പോൾ നമ്മൾ അതെല്ലാം നമ്മുടെ ലാബിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഏത് എൻവയൺമെൻറ്റിലാണോ ഈ റിയാക്ഷൻ നടക്കുന്നത് അവിടെയെല്ലാം കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ് ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി എൻസൈം ഇൻ ദാറ്റ് മീഡിയം എന്നാണ് പറഞ്ഞേക്കുന്നത്. എത്രത്തോളം എൻസൈം ഉണ്ടോ അതിൻ്റെ കോൺസെൻട്രേഷൻ്റെ പല ഇരട്ടികളായിട്ടായിരിക്കും സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവുക എന്നാണ് അടുത്ത അസംഷൻ. ഓക്കെ, നൗ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് അസംഷൻ, ദാറ്റ് ഇസ് റേറ്റ് ഓഫ് ഡികമ്പോസിഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലെക്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലെക്സ് ഉണ്ടാവുക എന്നുള്ളത് ഒരു എൻസൈം കാറ്റലൈസ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻ മാൻഡേറ്ററി ആണ്, അല്ലെങ്കിൽ അതൊരു നെസസിറ്റി ആണ് എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ കോൺസെൻട്രേഷനെ കുറിച്ചാണ് മറ്റൊരു അസംഷൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്താണ്? റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ദിസ് സബ്സ്ട്രേറ്റ്. അപ്പോൾ എന്ത്
തമ്മിൽ ചേരുമ്പോഴാണ് ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് ബൈ ദ റിയാക്ഷൻ ഓഫ് ദി സബ്സ്ട്രേറ്റ് വിത്ത് ദ എൻസൈം അല്ലേ. സബ്സ്ട്രേറ്റ് എൻസൈമുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുക, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവുക. അപ്പോൾ ആ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ദ സബ്സ്ട്രേറ്റ് ഈസ് ഓൾവേസ് അണ്ടർഗോയിങ് ഡീകമ്പോസിഷൻ. സബ്സ്ട്രേറ്റ് ഡീകമ്പോസ് ചെയ്യുന്നതിൻ്റെ റേറ്റ് എന്തിനോട് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞേക്കുക? കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനോട് പ്രൊപ്പോർഷണൽ ആണ്. അതായത് അവിടെ അർത്ഥമാക്കേണ്ടത് എന്താണ്? എത്രത്തോളം വേഗത്തിൽ സബ്സ്ട്രേറ്റിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുന്നുണ്ടോ അത്രത്തോളം കൂടുതലായിരിക്കും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിൻ്റെ കോൺസെൻട്രേഷൻ. ഇനി നേരെ തിരിച്ച് കുറഞ്ഞ അളവിലാണ്, വളരെ പതുക്കെയാണ് നമ്മുടെ സബ്സ്ട്രേറ്റ് ഡീകമ്പോസ് ചെയ്യുന്നതെങ്കിൽ എത്രത്തോളം ഉണ്ടായിരിക്കും എൻസൈം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിൻ്റെ കോൺസെൻട്രേഷൻ? കുറവായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊപ്പോർഷണാലിറ്റിയാണ് ഇവിടെ പറഞ്ഞേക്കുക. അപ്പം ഗ്രേറ്റർ ദ ഡീകമ്പോസിഷൻ, മോർ വിൽ ബി ദ concentration of enzyme substrate complex, and the slower is the rate. If the rate of decomposition of substrate is slower, എന്തായിരിക്കും കോൺസെൻട്രേഷൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്? ലോ കോൺസെൻട്രേഷനിലായിരിക്കും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തിരിക്കുക. അപ്പോൾ all these are the major assumptions that have been considered while proposing the Michaelis-Menten model. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫോർമേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ assumptions made during postulation of the Michaelis-Menten model. Now that we have understood about the Michaelis-Menten model, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഇല്ലാതെ നമുക്ക് ഒരു കാര്യം ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് മോഡൽ an equation known as the Michaelis-Menten equation has been proposed. അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് പോകാം. we'll look into the Michaelis-Menten equation.